ഇപ്പൊ ഒരു പെണ്ണ് ക്ലീവേജ് കാണിച്ച് റീലിട്ട് അതിനെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് തെറ്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ റീൽ ഇട്ടതാണ് തെറ്റ്? ആ പറയൂ. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റ് പറയാൻ പറ്റില്ല. ഒരാളുടെ ഭാഗത്ത് തെറ്റ് പറയാൻ പറ്റില്ല. ആ വീഡിയോ ഇട്ടത് കൊണ്ടാണല്ലോ അയാൾ റിയാക്ട് ചെയ്തത്. മറ്റേ വളരെ മാന്യമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് നാളെ അലക്സ് ഒരു റീൽ ഇട്ടു. അപ്പൊ ഒരുത്തർ അതിന്റെ അടിയെ തന്തൊക്കെ വിളിച്ചു. ആരാ ഭാഗത്ത് തെറ്റുള്ളത്? നിന്റെ ഭാഗത്താണോ അയാളെ ഭാഗത്താണോ? അതെന്താ നീ ഇട്ടിട്ടില്ല റിയാക്ട് ചെയ്തത്? ഈ ക്ലീവേജ് കാണിക്കുന്ന റീലിന് എന്താണ് മര്യാദക്കുറവുള്ളത്? അല്ല, അതിലെന്താ മര്യാദക്കുറവുള്ളത്? ഒരു സ്ത്രീ അവരുടെ ശരീരം, അവരുടെ ക്ലീവേജ് കാണിച്ചു. അത് കാണണമെങ്കിൽ ഇൻസ്റ്റയിൽ തന്നെ നോട്ട് ഇൻട്രസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോ അതെങ്ങനെയാ തെറ്റാവുക? അത് തന്നെ തപ്പി എടുത്ത് കാണുന്നവന്മാരുണ്ട്. അവന്മാര് തന്നെയാണ് ഈ കമന്റ് ഇടുന്നത്. അത് ഈ കമന്റ് ഇടുന്നതാണോ അത് ഇട്ടതാണോ കുറ്റം എന്ന് ചോദിച്ചത് നിന്നോട്. ആരെ ഭാഗത്താ നിക്കുന്ന ചോദിച്ചത്? അതിന് ഒരു കാരണവശാലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. മീൻസ് ഒരാളുടെ കിഴപ്പും ഭരണഘടന പ്രകാരം ഭരണഘടനയൊക്കെ വിടുന്നു. ശരി, എല്ലാം വിട്ടു. ലോ ഫുള്ള് ഞാൻ സൈഡിലേക്ക് മാറ്റി. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് നിന്നോട്, ഒരു സ്ത്രീ സ്വന്തം ക്ലീവേജ് കാണിച്ചൊരു വീഡിയോ ഇട്ടു. അത് അവളുടെ ഇഷ്ടമാണേ ആണോ? അത് കാണണോ വേണ്ടോ? നമ്മൾ ഇഷ്ടമാണോ? അത് കണ്ടിട്ട് അവളെ തള്ളക്ക് വിളിക്കുന്നത്, അത് കണ്ടിട്ട് ഫുള്ള് കണ്ടിട്ട് തള്ളക്ക് വിളിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയായ ഒരു കാര്യമല്ല. അപ്പൊ ആരെ ഭാഗത്ത് ന്യായമുള്ളത്? ബ്രോ ഞാൻ പറയട്ടെ. ഞാൻ എന്റെ സ്റ്റാൻഡ് വെച്ച് പറയുവാണെങ്കിൽ സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സ് ആണെങ്കിൽ ഈ കാണിക്കുന്നത് മോശമായ ഒരു കാര്യം തന്നെയാണ്. അത് ഏത് കിതാബിലാണ് എഴുതി വെച്ചത്? ഒന്ന് കാണിച്ചു തരും എനിക്ക്. ഓക്കെ, ഞാൻ ക്രിസ്ത്യനാണ്. ഞങ്ങളുടെ റിലീജിയനിൽ പറയുന്നത് സ്ത്രീകളുടെ മീൻസ് പ്രൈവറ്റ് പാർട്സ് ആണെങ്കിൽ പബ്ലിക്കിൽ കാണിക്കുന്നത് തെറ്റാണ്. അതാണെങ്കിൽ ശിക്ഷ. അങ്ങനെ എനിക്കൊരു കാര്യം പറയണ്ട. ഫുള്ള് പറയട്ടെ. പണ്ടത്തെ നിയമപ്രകാരം അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. ശരി. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ നിൽക്കുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യത്താണോ അല്ലേ? ക്രിസ്ത്യൻ മതപുസ്തകം ഫോളോ ചെയ്യുന്ന രാജ്യത്താണോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്ന രാജ്യത്താണോ നിൽക്കുന്നത്? നീ ലോ മാറ്റി സൈഡിലേക്ക് ചോദിച്ചത്. ഭരണഘടന എന്ന് പറയുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ ബ്രോ? ശരി, ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് സിമ്പിൾ ആയിട്ട് ആൻസർ മതി. അത് ഞാൻ നീ പറഞ്ഞത് വെച്ചാല് ബൈബിളില് സ്ത്രീകൾ പ്രൈവറ്റ് പാർട്ട് കവർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പണ്ട് കല്ലെറിഞ്ഞ് കൊല്ലുന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാണോ അല്ലേ? ഒറ്റ ഉത്തരം. ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാണോ അല്ലേ? ഹലോ, ക്രിസ്ത്യൻ രാജ്യമാണോ അല്ലേ? ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാണോ അല്ലേ? ഒറ്റ ഉത്തരം. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യൻ കിതാബാണോ അല്ലേ? പിന്നെ എന്തിനാണ് ഈ ക്ലീവേജ് കാണിച്ച സ്ത്രീകളെ കുറ്റം പറയുന്നത്? എന്തുകൊണ്ട്? എങ്ങനെ കേട്ടില്ല.
വോയിസ് അതായത് ബ്രേക്ക് ആവുന്നുണ്ട് ബ്രോയുടെ, എനിക്ക് മനസ്സിലായില്ല എന്തോ. അതായത് പിന്നെ എന്തിനാണ് ഈ ക്ലീവേജ് കാണിച്ച സ്ത്രീകളോട് ഇത്ര ദേഷ്യം? അതെങ്ങനെയാ മോശമാണെന്ന് പറയാ? ഞാൻ എന്റെ സ്റ്റാൻഡ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ പബ്ലിക്കലി പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പേഴ്സണലി ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ് നമുക്കത് കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ സോഷ്യൽ മീഡിയ ഫീഡ് അല്ല ബ്രോയുടെ ഫീഡ്. പലരുടെ ഫീഡും ഇപ്പം എന്റെ ഫീഡും അജുവിന്റെ ഫീഡ്, ബ്രോയുടെ ഫീൽഡ്, പിന്നെ നമ്മുടെ സ്നേഹ അപ്പം നമ്മളെല്ലാവരും ഫീൽഡിലും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് എന്തിനാണോ അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ചിലവര് ഇപ്പം ബ്രോ പറഞ്ഞാൽ ഞരമ്പയോഗികളെ കുറെ പേരുണ്ട്, ഈ വീഡിയോസ് തന്നെ കാണാൻ വേണ്ടി അവരുടെ ഫീഡ് മൊത്തം ഈ വീഡിയോസ് തന്നെയാണ്. പക്ഷെ അവരാണെങ്കിൽ ഈ വീഡിയോ താഴെ മോശമായ കമന്റ് ചെയ്യും. അത് ആരെ ഭാഗത്തെ കുറ്റം ചോദിച്ചു? ഈ കമന്റ് ഇടുന്നൊരു കുറ്റമാണോ അല്ലെങ്കിൽ അവരുടെ കുറ്റമാണോ? ഇപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്തൊരു കുറ്റമാണോ? ഞാൻ രണ്ട് സൈഡിൽ നിന്ന് സംസാരിക്കുന്നത് ഇതിനു വേണ്ടി. കാര്യം ഇതിനു വേണ്ടി എനിക്ക് രണ്ട് സൈഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാ നിന്നോട്. എന്തുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റില്ല? എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ഇപ്പം വീഡിയോ ഇടുന്നവരെ സപ്പോർട്ട് ചെയ്ത് പറയുവാണെങ്കിൽ വീഡിയോ ഇടുന്ന കാണിക്കുന്നത് തെറ്റാണ്. അതായത് ഈ സിനിമാ നടിമാർക്ക് കാണിക്കാം, റീൽസ് ഇടുന്നവർ കാണിക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ നിയമമാണ്. ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോ ഓഹോ ആഹാ, ഈ ഇൻസ്റ്റയിലേക്ക് വരുമ്പോ അത് ഇവള് മറ്റേത്, ഇവള് മറിച്ചത്, ഇവള് ശരിയില്ല ആണോ? അല്ലല്ല ബ്രോ, ഞാൻ പറയാം, പണ്ടത്തെ സിനിമയ്ക്കകത്ത് ഏത് സിനിമയ്ക്കകത്ത് ബോഡി പാർട്സ് ഏത് പണ്ടത്തെ ഏത് തലമുറ ഇറങ്ങിയ ഓരോ കാര്യം ചോദിക്കട്ടെ ഞാൻ. ഈ ഇൻസ്റ്റ എപ്പോഴാ ഇറങ്ങിയത്? ഏത് പോലെ ഇൻസ്റ്റ ഇറങ്ങിയത്? എന്നാ പിന്നെ അതിന് ശേഷമുള്ള കാര്യം പറ. 90s പോകണ്ട. 90s ഇൻസ്റ്റ ഇല്ല. 90s ഇൻസ്റ്റയിൽ ഞാനും നീയും ഇല്ല. അതുകൊണ്ട് ഇവിടെ അതായത് നീ തിയേറ്ററിൽ കാണുമ്പോൾ നീ ഒക്കെ വിട്. നീ ഒരു നല്ലൊരു ആക്ട്രസ്, അതായത് വെൽ എസ്റ്റാബ്ലിഷ് ആക്ട്രസ്, പുള്ളിക്കാരത്തിന് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ക്ലീവേജ് കാണിക്കുന്ന ഫോട്ടോന്റെ അടിയിലുള്ള കമന്റ് നോക്ക്. വാവ് മാം, യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, ഇതേ ടീംസ് ആണ് അപ്പുറത്ത് പോയി ഒരു ഇൻസ്റ്റാഗ്രാം തെറി വിളിക്കുന്നത്. ഇതിൽ ആരെ ഭാഗത്ത് ന്യായമുള്ളേ? അതെന്താ ആക്ട്രസ്മാർക്ക് വേറൊരു നിയമം, അവർക്ക് വേറെ നിയമം? അതെന്താ ആക്ട്രസ്മാർ കാണിച്ച ക്ലീവേജ് അല്ലേ? പിന്നെ എന്താ അവരെ മാത്രം തെളിവിക്കണേ? അപ്പൊ ആരെ ഭാഗത്ത് തെറ്റുള്ളേ? ഇതിനെപ്പറ്റി ആധികാരികമായ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അതായത് ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒക്കെ പോട്ടെ, നമുക്ക് എല്ലാം പ്രിയപ്പെട്ട ഒരു നായികയാണ് സാമന്ത. അറിയില്ലേ? അറിയോ? പുള്ളിക്കാരത്തി ഇൻസ്റ്റയിൽ ക്ലീവേജ് കാണിച്ച ഫോട്ടോ ഇട്ടിട്ടുണ്ടോ ഇല്ലേ? ശരി എന്നാ ഇട്ടിട്ടുണ്ട്. ഫ്രീ ആകുമ്പോ ഫോട്ടോ നോക്കണ്ട, കണ്ണ് പൊത്തി പിടിച്ചിട്ട് കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ വേറെ ഇൻഫ്ലുവൻസിന്റെ അവർ ക്ലീവേജ് കാണിച്ച വീഡിയോസിന്റെ ഫോട്ടോ അതിന് കമന്റ്സ് ഒന്ന് നോക്കുക. വെൽ എസ്റ്റാബ്ലിഷ് ആണ് നോക്കണ്ട കേട്ടോ, നല്ല കമന്റ്സ് ആയിരിക്കും. ഈ താന്ന ടീംസിലെ, അതായത് വലിയ ഫോളോവേഴ്സ് കുറഞ്ഞ ടീംസ്, അവരുടെ കമന്റ്സ് ഒന്ന് എടുത്തോ കേട്ടോ. ഇവരെ കമന്റ്സ് അടി ഫുള്ള് മറ്റേ ടൈപ്പ് വർത്താനായിരിക്കും. ഇതിൽ ആരെ ഭാഗത്ത്? ഞാൻ പറയാം ഒരു എക്സാമ്പിൾ. ഒരു 12 വയസ്സൊരു കൊച്ച് ഗ്രാജുവലി ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം അവളുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആയിരുന്നു. അവള് ഒരു കുർത്ത ഇടുന്ന വീഡിയോസ് ആണ്. എനിക്ക് അത്ര നെഗറ്റീവ് അടിച്ചില്ല. ഞാൻ കൊച്ചു കൊച്ചല്ല, എനിക്കും തോന്നില്ല. പക്ഷെ കമന്റ് ബോക്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നെഗറ്റീവ് നല്ല രീതിയിൽ കുറെ പേര് അടിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവള് രണ്ടാമത്തെ ദിവസം അവളുടെ കമന്റ് ബോക്സ് ഓഫാക്കി. പിന്നെ ആ വീഡിയോ ഞാൻ വേറൊരു അക്കൗണ്ടിൽ എന്റെ കൂട്ടുകാരൻ എന്നെ കാണിച്ചു. ആ വീഡിയോസിന്റെ സത്യസന്ധത ഞാൻ പറയാം, എനിക്ക് സത്യം പറയാൻ വളരെ സന്തോഷം. കാര്യം അതിനകത്ത് 90% ആൾക്കാരെയും ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തത്. ഒരു 12 വയസ്സുള്ള കൊച്ചല്ലേ, ആ കൊച്ചിനെ പറ്റി ഇങ്ങനെ ഇടുന്ന ശരിയാണോ എന്ന് ചോദിച്ചു. നമ്മളെ സപ്പോർട്ട് മീൻസ് ഒരാൾ ബ്രോ പറഞ്ഞാലും ഞരമ്പ് രോഗികൾ മാത്രമല്ല ഇവിടെ. മീൻസ് അത് കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ, മീൻസ് തെറ്റായ കാണുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. താങ്കൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. താങ്കളാണ് പറഞ്ഞത് ഈ ക്ലീവേജ് കാണിക്കുന്നത് ശരിയായ ഏർപ്പാടല്ല എന്ന്.
ഞരമ്പ് രോഗികൾ അവിടെ നിൽക്കട്ടെ, ശരിയായ അവരെന്തേലും താങ്കളാണ് പറഞ്ഞത് ശരിയ- ശരിയായ ഏർപ്പാടല്ല. ശരിയായ ബ്രോ ഞാൻ പറയട്ടെ, വിഷമം തോന്നരുത്. ബ്രോയുടെ ഗേൾഫ്രണ്ട് ഈ പറയുന്നേക്ക്, അപ്പൊ ബ്രോയ്ക്ക് അത് ഇഷ്ടപ്പെടും. എനിക്ക് ക്ലീവേജ് ഇഷ്ടപ്പെടും. കാണിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ഇല്ലല്ലോ. ഇഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. ഞാനാണെങ്കിൽ എന്റെ ഒരു ഏജ് തൊട്ട് എല്ലാരെയും അതായത് പെങ്ങന്മാരെ കാണുവാണെങ്കിലും അത്യാവശ്യം എല്ലാരെയും പെങ്ങന്മാരെ പോലെ അതായത് അതുകൊണ്ട് തന്നെ അവളുമാരെ അങ്ങനെ ഇടുമ്പോ എനിക്കൊരു വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. അതേ എന്റെ പ്രകടനം അതേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. നെഗറ്റീവായിട്ട് വിചാരിക്കാൻ എനിക്ക് എന്റെ മൈൻഡ് ഞാൻ പറഞ്ഞു. അപ്പൊ ഓൾ ഇന്ത്യൻ സാർ ബ്രദേഴ്സ് ഞാൻ ഓപ്പൺ മൈൻഡ് ആണ്. ഓൾ ഇന്ത്യൻ ഓൾ ഇന്ത്യൻ സാർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാ. എക്സ്പെക്ടേഷൻ കുറച്ച് പേര് അത് മാറ്റി നിർത്തും. ഒരാളെ നമ്മൾ മാറ്റി നിർത്തും. അതിന്റെ നമ്മൾ ആളെ പറ്റി പറയുന്നില്ല. ഒരാളെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ആളെ പറ്റി ഒരാളെ നമ്മൾ മാറ്റി നിർത്തണം. ഒരാളെ അപ്പൊ ബാക്കിയുള്ള എല്ലാവരും താങ്കൾക്ക് പെങ്ങന്മാരാണ്. അവരൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. പെങ്ങന്മാര് മാത്രല്ല, പെങ്ങന്മാരെന്ന് മാത്രല്ല, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള അമ്മ, അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മമാരെന്ന് പറയുന്നത് അവരെ റെസ്പെക്ട് ചെയ്യണ്ടേ. അപ്പൊ അവര് മോശമായിട്ട് രീതി നടക്കുമ്പോ നമുക്ക് അവരെ ഉപദേശിക്കാനുള്ള ഇതുണ്ട്. അതായത് ലോകത്തുള്ള എല്ലാവരും നിനക്ക് അമ്മയും പെങ്ങളെയും പോലെ ആണോന്ന്? അമ്മമാരെ സഹോദരിമാരെ പോലെ കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. അതിന് ആർക്കും ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. എങ്ങനെ എടാ, പെങ്ങന്മാരെ പോയി കാണുന്നതിന് എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെ ആണോന്ന് വെച്ച് തന്നെ. അങ്ങനെ ആണോ? പെങ്ങന്മാരെ പോലെയാണ് ഞാൻ. എല്ലാരും നിങ്ങൾക്ക് പെങ്ങന്മാരെ പോലെയാണോ? നീ അതിനെ നെഗറ്റീവായിട്ട് വിചാരിക്കല് പെങ്ങളെ പോലെ കാണുന്നു എന്നാണ്. അല്ല, എല്ലാരും റെസ്പെക്ട് ഉണ്ട്. എനിക്ക് റെസ്പെക്ട് ആണ് ഉദ്ദേശിച്ചത്. അതായത് ഈ ക്ലീവേജ് കാണിക്കുന്നവരൊക്കെ നിനക്ക് പെങ്ങന്മാരെ പോലെയാണ്, അതുകൊണ്ടാണ് നീ അവരെ ചീത്ത വിളിക്കുന്നതാണെന്ന് നീ പറയണേ. അതുകൊണ്ടാണ് നീ മോശമാണെന്ന് പറയുന്നത്. എനിക്ക് മോശമായിട്ട് തോന്നി. അവരുടെ പ്രൈവറ്റ് പാട്ട് വെളി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് മോശമാണെന്നാണ് നീ പറയണേ. അതുകൊണ്ടാണ് മോശമാണെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഈ വ്യക്തിപരമായ അഭിപ്രായം മാറ്റി വെച്ചിട്ട് ഒരു വ്യക്തിക്ക് എന്തിടണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മനസ്സിലായില്ല. ഒരു വ്യക്തി എന്ത് ഡ്രസ് ഇടണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? അവരാണ് തീരുമാനിക്കുന്നത്. അത് മാന്യമായിട്ടാണോ മാന്യമല്ലാതാണോ ആരാ തീരുമാനിക്കുന്നത്? അവരാണോ അല്ലെ നീയാണോ തീരുമാനിക്കണ്ടേ? 11 മണിയായി. അല്ല, നീ 11 മണി അവിടെ നിൽക്കട്ടെ. ചോദിച്ചിന് ഉത്തരം പറ. അവരാണോ നീയാണോ തീരുമാനിക്കണ്ടേ? മാന്യമായിട്ട് ഇടണോ ഇല്ലാണ്ട് ഇടണോ ആരാ തീരുമാനിക്കണ്ടേ? എന്നിട്ട് അത് ഇട്ടിട്ട് അവരെ കുറ്റം പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അവരിഷ്ടം അവരിട്ടെ, പിന്നെ നമ്മളെന്തിനു കുറ്റം പറയണം? അതായത് നാളെ നീ ടീഷർട്ടും ട്രൗസറും പുറത്തു പോയപ്പോ അതിന് കുറ്റം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എടാ, നീ തുട കാണിക്കുന്ന പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ എല്ലാരും പറഞ്ഞിട്ട് നടക്കണം എന്നാണോ? അതിനെപ്പറ്റി ബ്രോ പറയണം. അത് വേറൊരു വിശദമായി സംസാരിക്കേണ്ട കാര്യം. പറതെന്നൊക്കെ പറത ശരിക്കും ഇതിനുത്തരം പറ. അതായത് ഒരു വ്യക്തി സ്വന്തം കംഫർട്ട് നോക്കി ഡ്രസ് ഇട്ടു, അതിൽ ക്ലീവേജ് കാണുന്നുണ്ടോ ഇല്ലേ, ഇറ്റ്സ് അപ് ടു ദാറ്റ് പേഴ്സൺ. അത് കണ്ടിട്ട് മോളെ നീ ഇതിടരുത് എന്ന് പറയാൻ അലക്സിന് എന്താ അഭിപ്രായം? എന്റെ അഭിപ്രായം ഇപ്പൊ നോക്കുന്നവരുടെ പ്രശ്നം കൂടെ ആവാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കുന്നവരുടെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ നീ നോക്കുന്നവരെ കാര്യം മാറ്റി. നീ പറഞ്ഞത് എന്താ? അത് ശരിയായ ഏർപ്പാടല്ല. അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റുന്ന വെച്ചാണ്. അതായത് നീ നാളെ ചെരുപ്പിട്ട് നടന്നു, അപ്പൊ നിന്റെ കാല് കാണുന്നത് പറഞ്ഞ ഒരു ചങ്ങായി വന്ന് പറയാം, മോനെ നിന്റെ കാല് കാണുന്നുണ്ട്, മോൻ ചെരുപ്പിട്ട് നടന്നു പറഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും?
അപ്പൊ നീ കാല് പോലെയാണോ ക്ലീവേജ് എന്ന് വെക്കും. അല്ല നീ ഉത്തരം പറയല്ല. അതായത് ഒരു പെൺകുട്ടിക്ക് ക്ലീവേജ് കാണാൻ ഡ്രസ് ഇടുന്നതായിരിക്കും കംഫർട്ട്. ഇപ്പൊ പേഴ്സണലി എനിക്ക് ടീഷർട്ട് ട്രൗസർ നഷ്ടം, അതാണ് എന്റെ കംഫർട്ട്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ക്ലീവേജ് കാണാൻ ഡ്രസ് ആയിക്കണം കംഫർട്ട്. അത് കണ്ടിട്ട് നീ പറയാണ് മോളെ ശരിയില്ല മോളെ, ഇത് ഇടാൻ പാടില്ല, ഇത് ശരിയല്ല, ശരിയുള്ള ഡ്രസ് അല്ല. അങ്ങനെ പറയാൻ നിനക്ക് എന്ത് ഫ്രീഡം ആണുള്ളത്? അത്ര ചോദിച്ചിട്ടുള്ളൂ ഞാൻ. എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അതിന് സിമ്പിൾ ഉത്തരം പറ, അത്രേ ഉള്ളൂ. അതെന്താ നിനക്കൊരു അഭിപ്രായം ഇല്ലാത്ത? ഞാൻ ചോദിച്ച ക്ലിയർ അല്ലേ? അതായത് നീ ചോദിക്കാൻ വയ്യ, അതുകൊണ്ടാ. ഒന്ന് ഈ പെണ്ണുങ്ങളെ മാറ്റി വെക്ക്. നാളെ നീ, ഞാൻ നേരത്തെ പറഞ്ഞു, നാളെ നീ പുറത്തു പോവാണ്. അതായത് നീ അജുന് പിടിക്കില്ല, നീ അജുന് പിടിക്കില്ല. ഒരു മിനിറ്റ്. അതായത് നാളെ നീ ട്രൗസറും ഒരു ടീഷർട്ട് ഇട്ടിട്ട് പുറത്തു പോവാണ്. അപ്പുണ്ട് ഇങ്ങനെ ടൗണിൽ നിൽക്കുന്ന ഒരു കടയിൽ നിൽക്കുന്ന ഒരു ചങ്ങായി വന്ന് പറയാണ്, മോൻ തൊട കാണിച്ച് നടക്കരുത്, അത് നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നതല്ല, മോൻ മുണ്ടും ഷർട്ടും ഇടണം, അതാണ് നമ്മുടെ കേരള സംസ്കാരം എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും? ഹലോ, നീ ഇടുവോ? നീ ശരിയേട്ടാ, ശരിയേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ പോയി മാറ്റി വരാന്ന് പറയോ, അല്ലെങ്കിൽ ഓടാണെന്ന് പറയോ? എന്റെ ഇഷ്ടം, ഞാൻ എന്ത് വേണേ ഇടുക, അങ്ങനെ പറയോ? നീ പറയുന്ന കേൾക്കുന്നില്ല, നെറ്റ് കട്ടാന്ന്. ഹലോ, അതായത് നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നീ ഇടുവോ, അല്ലെങ്കിൽ വേറെ ആരെയും പറയുന്നത് കേട്ടിട്ടാണോ നീ ഇടുന്നത്? ഇത് തന്നെയല്ല അവരും ചെയ്യുന്നത്, പിന്നെ അതിനെന്ത് കുറ്റം? അതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചത് എന്നോട്. ഹലോ, ശരി, ഞാൻ എന്റെ പേഴ്സൺ എനിക്ക് ഉത്തരം മനസ്സിലായി. നിന്റെ ഉത്തരം എനിക്ക് എന്താ മനസ്സിലായി. നിനക്ക് പറയാൻ മടി കൊണ്ട് നീ പറയുന്നില്ല, അത് വിട്. ഞാൻ ഈ പേഴ്സണൽ കാര്യം, എന്റെ അമ്മ ആയിക്കോട്ടെ, എന്റെ പെങ്ങളായിക്കോട്ടെ, എന്റെ ഗേൾഫ്രണ്ട് ആയിക്കോട്ടെ, ഈ ഒരു പേഴ്സണലി ക്ലീവേജ് കാണിക്കാൻ ഡ്രസ്സ് ഇടുന്ന എനിക്ക് താല്പര്യമില്ല. ടു ബി വെരി ഹോണസ്റ്റ് പറയാണ്. എന്ന് കരുതി ബാക്കിയുള്ളവർ ഇട്ട് നടക്കുമ്പോൾ, മോളെ എന്റെ അമ്മയും എന്റെ പെങ്ങളും എന്റെ ഗേൾഫ്രണ്ട് ഇടുന്നില്ല, അതുകൊണ്ട് മോള് ഇടരുത് എന്ന് പറയാൻ പറ്റും എനിക്ക്? അല്ലെങ്കിൽ എന്റെ ഗേൾഫ്രണ്ട് എന്റെ അമ്മ അല്ല എന്റെ പെങ്ങൾ ഇടുന്ന എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് മോള് ഇടുന്ന എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് പറ്റുമോ? ഈ എന്റെ അമ്മ, എന്റെ ഗേൾഫ്രണ്ട്, എന്റെ പെങ്ങൾ, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. എന്റെ പേഴ്സണൽ കാര്യം, എന്റെ പേഴ്സണൽ ബിലീഫ്, എന്റെ പേഴ്സണൽ നിങ്ങൾക്ക് ഇത് പബ്ലിക് ഇടാൻ പാടുണ്ടോ? ബ്രോയുടെ പേഴ്സണൽ കാര്യം പേഴ്സണൽ. അപ്പം ഓരോരുത്തർക്കും ഇല്ല, ഈ കമന്റ് വന്നിരുന്നവർക്കും അമ്മയും പെങ്ങളും ഇല്ലേ? അതാണ് ചോദിച്ചത്. അതായത് നമ്മുടെ പേഴ്സണൽ കാര്യം നമ്മൾ പബ്ലിക്കിൽ ഇടുന്നത് ശരിയാണോ തെറ്റാണോ? അതായത് നീ ഒരു മതവിശ്വാസിയാണ്, ആ മതം പിടിച്ച് പബ്ലിക്കിലേക്ക് ഇടുമ്പോൾ ശരിയാണോ തെറ്റാണോ? അതേപോലെ നമുക്ക് ഓരോ നമുക്ക് പേഴ്സണൽ ബിലീഫ് ഉണ്ടാവും, പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മളെ സാധനം എടുത്ത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരുമ്പോ അത് ശരിയാണോ തെറ്റാണോ? അതായത് നിനക്ക് സിമ്പിളി ടീഷർട്ടും ട്രൗസർ ഇടുന്ന ഇഷ്ടം എന്ന് വിചാരിക്കും. ആണ്, ഓക്കെ, അത് നിന്റെ പേഴ്സണൽ കാര്യമാണ്. അത് നീ പൊക്കി പിടിച്ച് നേരെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാം, നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങാം. എല്ലാരും ടീഷർട്ടും ട്രൗസറും ഇടണം, അതാണ് എന്റെ കംഫർട്ട്, അതുകൊണ്ട് നിങ്ങൾ അതിടണം എന്ന് പറയുന്നത് താല്പര്യമുണ്ടോ? ഇല്ലേ? അത് തന്നെയല്ലേ ഇത്തിരി നേരം പറഞ്ഞോണ്ടിരിക്കണം ഞാൻ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും, അത് അവരിടട്ടെ.
ആണോ അല്ലേ? അത്രേ ഉള്ളൂ. സമ്മതിച്ചാ മതി. ഇനി മോൻ പൊയ്ക്കോ. 11 മണിയല്ലേ? സംഭവം എന്താ വെച്ചാല് പേഴ്സണലി എനിക്കും ഞാൻ പറഞ്ഞേ, പേഴ്സണലി ആസ് എ പേഴ്സൺ എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, ഒരു ക്ലീവേജ് കാണിക്കുന്ന ഡ്രസ് എനിക്ക് താല്പര്യമില്ല. എനിക്ക് പേഴ്സണലി താല്പര്യം, എനിക്ക് കാണാൻ പറ്റൂല. പക്ഷെ ഇതേ മൈൻഡ് സെറ്റ് വെച്ച് ഞാൻ പബ്ലിക്കിൽ ഇറങ്ങി അങ്ങനെ ഉണ്ടോ? അതായത് നിങ്ങൾ എന്റെ എനിക്ക് എന്റെ അമ്മയും പെങ്ങളും എന്റെ ഗേൾ ഫ്രണ്ടും ഇങ്ങനെ ഇരുന്ന് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അത് ശരിയാണോ തെറ്റാണോ? അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. എന്റെ ചോദ്യം മനസ്സിലല്ലേ? അതായത് നമ്മുടെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്റെ ഗേൾ ഫ്രണ്ട്, എന്റെ അമ്മ, എന്റെ പെങ്ങൾ, ഇവര് ക്ലീവേജ് അതേ മൈൻഡ് സെറ്റ് പബ്ലിക്കിലേക്ക് ഇറങ്ങും. അതായത് പബ്ലിക്കിലുള്ള ഒരു പെൺകുട്ടികളും ഇങ്ങനെ ഇടാൻ പാടില്ല. കാര്യം എന്റെ അമ്മയും എന്റെ പെങ്ങളും എന്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ഇടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇടരുത് എന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ശരിക്കും പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അത് അത്ര സിമ്പിൾ, അത്രേ ഉള്ളൂ. അവരിടുമ്പോ അവർക്ക് മാറ്റാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ ഇടരുത്, എന്റെ ഗേൾ ഫ്രണ്ട് ഞാൻ ഇടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇടരുത് പറയാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. രാത്രി ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഇത്രേ ഉള്ളൂ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഇനി പോയി കിടന്നുറങ്ങിക്കോ സുഖമായിട്ട്. ഗുഡ് നൈറ്റ്. ഒരു പുതിയൊരു മനുഷ്യനായിട്ട് നീ പോയി കിടന്നോ. എടാ ഒരു മിനിറ്റ് നമ്മ അജു സമ്മപ്പ് ചെയ്തൊന്ന്, എന്നിട്ട് നമുക്ക് സ്നാൻ എടുത്തേക്ക് പോവാ. അജു സമ്മപ്പ്. ഒന്ന് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് നമ്മളോട് സംസാരിച്ചത് എന്താ പറയണേ, ബോച്ചയുടെ കാര്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പം ആര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് അയാളുടെ കാര്യം തീരുമാനിക്കാം. രണ്ടാമത്തത് അതിൽ മെയിനായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് നമുക്ക് എങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ പറയുന്നത് എങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ചാണ് നമ്മുടെ സൊസൈറ്റി വർക്ക് ആവുന്നത്. ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഇത്രയും കാലം വർക്കായി വന്നത് അങ്ങനെയാണ്. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ ഒരാൾക്ക് പറയാതിരിക്കുന്നു. അപ്പം എന്താ പറയണ, നമ്മളോട് ഒരാൾ അങ്ങനെ തന്നെ ചെയ്യാതെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം അയാൾ നമ്മുടെ അടുത്ത് പറയുന്നില്ല. ലൈക്ക് അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ഒന്നുമല്ല. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാളെ ആര് സപ്പോർട്ട് ചെയ്താലും അതവരുടെ വ്യക്തിപരമായ കാര്യമാണ്. സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. അങ്ങനെ അതിനോട് യോജിക്കുന്നവരോടും എനിക്ക് യോജിപ്പില്ല. പിന്നെ ഈ പറഞ്ഞ സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ എന്ന് മാത്രമല്ല വസ്ത്ര സ്വാതന്ത്ര്യം. ഇപ്പം ലൈക്ക് എനിക്ക് ചുരിദാർ ഇടാൻ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചുരിദാർ ഇടും. അതിപ്പം അതെന്റെ കാര്യമാണ്. അതിൽ മറ്റൊരാൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്ന ഒരാളാണ്. മറിച്ച് ഇപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ സഹോദരി ഇങ്ങനെയുള്ളൊരു വസ്ത്രം ഇടരുത് എന്ന്. എനിക്കത് ആഗ്രഹിക്കാം, അതെന്റെ കാര്യമാണ്. മറിച്ച് ഞാൻ അത് അവളിൽ കമ്പൽ ചെയ്യുമ്പം അവിടെ വിഷയം മാറുകയാണ്. അവൾക്ക് എന്താ പറയുന്നത്, അവളുടേതായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനും ഇഷ്ടമുള്ളിടത്ത് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനും ഒക്കെ. നമുക്ക് അങ്ങനെ ഒരു കമാൻഡിങ് ഫിഗർ ആവാനോ ഒന്നിനും പറ്റത്തില്ല. നമുക്ക് ആഗ്രഹിക്കാം, ഓക്കെ എൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇവരിങ്ങനെ ആവണം, നമുക്ക് ആഗ്രഹിക്കാൻ അതിലൊരു തെറ്റുമില്ല. നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹമാണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മൾ ഒരാളടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ പറയുന്നതിലൊന്നും കുഴപ്പമില്ല. മറിച്ച് നമ്മൾ അതിനു വേണ്ടി കമ്പൽ ചെയ്യുന്നതും അവിടെ കോഷൻ യൂസ് ചെയ്യുന്നതും അത് ഒരിക്കലും നമ്മളോട് ആരും അങ്ങനെ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. സോ നമ്മൾ ആരുടെ അടുത്ത് അങ്ങനെ ചെയ്യാതിരിക്കരുത്. അത്രയേ ഉള്ളൂ ഇതിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട്.